വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കേസരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ഒരു സ്ലൈസ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്, പഞ്ചസാര അരക്കപ്പ്, റവ അരക്കപ്പ്, വറുത്ത റവയാണ് എടുക്കേണ്ടത്. കശുവണ്ടി മുന്തിരി ഇത് 10 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ലെമൺ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. നെയ്യ്, വെള്ളം 1 കപ്പ്. ഇനി നമുക്ക് കേസരി തയ്യാറാക്കാം. അതിനായി പാൻ നന്നായി ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് നന്നായി ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നെയ്യ് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറുത്ത് കോരി മാറ്റണം. ഇനി നമുക്ക് കാഷ്യൂ നട്ടും ഇതുപോലെ വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ നെയ്യിൽ എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരണം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നന്നായിട്ട് വെള്ളത്തിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. റവ കട്ട പിടിക്കാൻ പാടില്ല. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. റവ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെന്ത് വരുന്നതനുസരിച്ച് ടൈറ്റായി വരും. അത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് ഉരുകി റവയിലേക്ക് ചേരും. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പഞ്ചസാര എല്ലാ സൈഡിലും ആവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ ലൂസായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ കേസരി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ കേസരി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.